ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാ സൃഷ്ടികളും പരസ്പര കൂട്ടായ്മയ്ക്കും ബന്ധങ്ങൾക്കും ഒത്തുചേരലുകൾക്കുമായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയണമെന്ന് ലിയോ 14 പാപ്പ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന ത്രികാല പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നതകളും സംഘർഷവും ലോകത്തിൽ നാശവും ദുഃഖവും മാത്രമാണ് സമ്മാനിക്കുന്നതെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. പിതാവിനെയും പുത്രനെയും ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇതിലൂടെയാണ് സഭ ലോകത്തിൽ ഒരു കൂട്ടായ്മയുടെ അടയാളമായും സ്നേഹത്തിന്റെയും ജീവന്റെയും ഇടമായും രൂപപ്പെടുന്നതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ബ്രിട്ടനിലെ പുരാതന ദേവാലയങ്ങളുടെ സംരക്ഷണത്തിന് ഇരുട്ടടിയായി പുതിയ സർക്കാർ നയം. ചരിത്രപ്രധാനമായ ദേവാലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് നൽകിയിരുന്ന വാറ്റ് നികുതി ഇളവുകൾ നിർത്തലാക്കിയതോടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവർ ചിത്രങ്ങളും പുരാതന കലാരൂപങ്ങളും നാശത്തിന്റെ വക്കിലാണെന്ന് നാഷണൽ ചർച്ചസ് ട്രസ്റ്റ് മുന്നറിയിപ്പ് നൽകി. മുൻപ് നിലവിലുണ്ടായിരുന്ന ലിസ്റ്റഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഗ്രാന്റ് സ്കീം പ്രകാരം ചരിത്രപരമായ പള്ളികളുടെ അറ്റകുറ്റപ്പണികൾക്ക് പൂർണ്ണമായി നികുതി ഇളവ് ലഭിച്ചിരുന്നു. എന്നാൽ നിലവിലെ സ്റ്റാർമർ സർക്കാർ ഈ പദ്ധതി നിർത്തലാക്കുകയും പകരം പ്ലേസസ് ഓഫ് വർഷിപ്പ് റിന്യൂവൽ ഫണ്ട് എന്ന പുതിയ സംവിധാനം കൊണ്ടുവരികയും ചെയ്തു. കത്തോലിക്ക സഭയിലെ പ്രമുഖ ആത്മീയ മുന്നേറ്റമായ ഓപ്പസ് ഡേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രീസ്ലി സൊസൈറ്റി ഓഫ് ദി ഹോളി ക്രോസ് സംഘടനയിലെ ഏറ്റവും ആദ്യത്തെ അംഗമായ ഫാദർ ജുവാൻ ജോസ് ഡെൽ ജുവാൻസോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 100 വയസ്സായിരുന്നു. സ്പെയിനിലെ കാഡിസിൽ വെച്ചായിരുന്നു അന്ത്യം. തന്റെ 24ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വൈദികനായി അഭിഷിക്തനായത്. രൂപതാ വൈദികരുടെ ആത്മീയ വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയായ പ്രീസ്ലി സൊസൈറ്റി ഓഫ് ഹോളി ക്രോസിൽ 1952 മെയ് മാസത്തിലാണ് അദ്ദേഹം അംഗമാകുന്നത്. ഈ സംഘടനയിലെ ആദ്യ അംഗമായിരുന്നു ഇദ്ദേഹം. കഠിനമായ രോഗാവസ്ഥയിലും രൂപതാ മെത്രാന്റെ പ്രത്യേക അനുമതിയോടെ വീട്ടിൽ ദിവ്യബലി അർപ്പിക്കുകയും വിശ്വാസികൾക്ക് ആത്മീയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം സഭയുടെ മാതൃകയായി തുടർന്നു. വത്തിക്കാൻ ന്യൂസിന്റെ അർമേനിയൻ വിഭാഗം സ്ഥാപിതമായതിന്റെ 60ാം വാർഷികം വത്തിക്കാനിൽ വിപുലമായി ആഘോഷിച്ചു. വത്തിക്കാൻ റേഡിയോ സ്ഥാപിതമായതിന്റെ 95ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ തന്നെയാണ് അർമേനിയൻ വിഭാഗത്തിന്റെ 60ാം വാർഷികവും കടന്നുവരുന്നത്. ഈ നാഴികക്കല്ലിന്റെ സ്മരണയ്ക്കായി കഴിഞ്ഞ മെയ് 28 വ്യാഴാഴ്ച വത്തിക്കാനിൽ സവിശേഷമായ ഒരു അർമേനിയൻ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. വാർഷിക ആഘോഷ ചടങ്ങിൽ വത്തിക്കാൻ കമ്മ്യൂണിക്കേഷൻ ഡിക്കാസ്ട്രിയുടെ എഡിറ്റോറിയൽ ഡയറക്ടർ ആൻഡ്രിയ ടൊറനെല്ലി സന്ദേശം നൽകി. വ്യാജ വാർത്തകളും വിവരങ്ങൾ വളച്ചൊടിക്കുന്നതുമായ ഈ ആധുനിക യുഗത്തിൽ വത്തിക്കാൻ റേഡിയോയുടെ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണെന്ന് അർമേനിയൻ സഭയുടെ പാത്രിയാർക്കീസ് റാഫേൽ ബെഡ്രോസ് 23ാമൻ മിൻസിയാൻ അഭിപ്രായപ്പെട്ടു. ലോകമെമ്പാടും സമാധാനം പുലരാൻ ഭരണാധികാരികളുടെ മനസാക്ഷിയെ ദൈവജ്ഞാനം നയിക്കട്ടെ എന്ന് ലിയോ 14 പാപ്പ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനും രോഗികളെ സ്നേഹത്തോടെ പരിചരിക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കുവാനും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. അതേസമയം ശനിയാഴ്ച വൈകുന്നേരം വത്തിക്കാൻ ഗാർഡനിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ലോക സമാധാനത്തിനായി ജപമാല പ്രാർത്ഥന നടന്നു. വത്തിക്കാനിൽ 2000ഓളം വിശ്വാസികൾ നേരിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 200 മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നായി 1,00,000-ലധികം വിശ്വാസികൾ ഓൺലൈൻ വഴിയും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.